വനം വകുപ്പ് താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ വിമർശനവുമായി ഇടുക്കി ജില്ലയിലെ ഇടത് നേതാക്കൾ രംഗത്തെത്തി. വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെട്ട വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് LDF നിലപാടെന്നും LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. വനം മന്ത്രി നേരിട്ട് ഇടപെട്ട സർവകക്ഷി യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണങ്ങൾ തടയുവാനും കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കുവാനും ബാധ്യതയുള്ളവരാണ് ഈ വാച്ചർമാരെന്ന് പറയുന്നത്. ആ വാച്ചർമാരെ ഇത്തരം ഒരു ഘട്ടത്തിൽ ജില്ലയിലെ കാർഷിക മേഖല വന്യജീവി ആക്രമണങ്ങളിൽപ്പെട്ടൊരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് വാച്ചർമാരെ പിരിച്ചുവിടാനെടുത്തിരിക്കുന്ന തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഏകാധിപത്യപരമായ തീരുമാനമാണത്. ആ തീരുമാനം റദ്ദാക്കപ്പെടണം. ഗവൺമെൻറ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്യണം. ഈ ഫലപ്രദമായ നടപടികൾ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞ് കൃഷിക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ ഉണ്ടാവണം. വനം വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. ഒരു DFO 100 വാച്ചർമാരെ പിരിച്ചുവിടാൻ ഏകപക്ഷീയ തീരുമാനം എടുക്കുകയും ഉത്തരവിറക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഉത്തരേന്ത്യയൊന്നുമല്ല, ഇത് കേരളമാണ്. കേരളം എന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്ന വിഷയമില്ല. ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമാണ് രംഗത്ത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിക്കും. അതുകൊണ്ട് അത്തരം നടപടികളിൽ നിന്നും ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കാതെ അത്തരം നടപടികളിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പിന്മാറണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാൻ.